ഹലോ ഓൾ, വെൽക്കം ടു പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാം. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അതിനാഗ്രഹിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് സീറ്റ് അലോക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും CUET-യുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസുകൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാമിന്റെ ഈ ഒരു ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ലൈവിലുള്ള ആളുകൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ പറയുന്ന സംഗതികൾ കേൾക്കുകയും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സീറ്റ് അലോക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അലോക്കേഷൻ വന്നിട്ടുള്ള ആളുകൾ, ഇനിയിപ്പോൾ അഥവാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അലോക്കേഷൻ വന്നിട്ടില്ല എങ്കിൽ വരാത്ത ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചർച്ച ചെയ്യാനൊക്കെ വേണ്ടി പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ഈ വർഷം നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നായിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, അവർക്ക് കീഴിൽ വരുന്ന ഒരുപാട് കോളേജസുകൾ, പ്രധാനപ്പെട്ട ക്യാമ്പസുകളെല്ലാം ഈ പറയുന്ന സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം കൂടുതൽ താല്പര്യമുള്ള ആളുകൾക്ക് ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഡൽഹി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഡിഗ്രി പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, ഡിഗ്രി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതികൾ, വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻസ് നോട്ട് ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നീട്ടി പറയുന്നില്ല. നമ്മൾ ഡയറക്റ്റ്ലി കാര്യത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ വളരെ സിമ്പിൾ ഫോർമാറ്റ് ആയിക്കോളണമെന്നില്ല. അതിലൊരു കോംപ്ലിക്കേഷൻ എലമെന്റ്സ് ആദ്യമായി നിങ്ങൾ ഇത് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം സംഗതികളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മളുടെ അഡ്മിഷൻ കൃത്യമായി ഒരുക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും മനസ്സിലാക്കിയും കൂടി ചെയ്യണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുക കൂടി ചെയ്യണം. യെസ്, നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് റിലീസ്, ഫസ്റ്റ് റൗണ്ട് ഓഫ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം ഷാൾ ബി റിലീസ്ഡ് ഓൺ 19/10/2022 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് CSAS അലോക്കേഷൻ ലിസ്റ്റ് ഒക്ടോബർ 19 5 മണി, ഇന്ന് 5 മണിക്ക് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ടു അക്സെപ്റ്റ് ദ അലോക്കേറ്റഡ് ലിസ്റ്റ്, അലോക്കേറ്റഡ് സീറ്റ്, ഇതാണ് ഇന്ന് 5 മണി മുതൽ ഒക്ടോബർ 21 4:59 വരെ അവർക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആക്സെപ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കോളേജസ് ടു വെരിഫൈ ആൻഡ് അപ്രൂവ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജസ് അവർ വെരിഫിക്കേഷൻ നടത്തുകയും ആ കോളേജസ് ആക്സെപ്റ്റ് ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഒക്ടോബർ 19 മുതൽ ഒക്ടോബർ 22 വരെയുള്ള സമയത്താണ് അത് സംഭവിക്കുക. ഇതുപോലെ തന്നെ അടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫീ പേയ്മെന്റിനുള്ള സമയം ഉണ്ടാവും.
ഫീ പേയ്മെന്റ്, അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ട സമയം, ഓൺലൈൻ പേയ്മെന്റ് ഓഫ് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ഒക്ടോബർ 24 തീയതിയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ മറ്റ് ഷെഡ്യൂളുകൾക്കൊന്നും വ്യത്യാസമില്ല എന്നുള്ള സ്വഭാവത്തിലുള്ള സംഗതികളാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാൻഡിഡേറ്റ് ഹു ഈസ് അലോക്കേറ്റഡ് എ സീറ്റ് ആസ് പെർ ദ അലോക്കേഷൻ പോളിസി സ്റ്റേറ്റഡ് ഇൻ ദ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം മസ്റ്റ് പെർഫോം ദ ഫോളോയിങ് സ്റ്റെപ്സ് ത്രൂ ദെയർ ഡാഷ്ബോർഡ് ടു എൻഷുവർ സക്സസ്ഫുൾ അഡ്മിഷൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ഒരുപക്ഷെ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ മെയിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി, നിങ്ങൾക്കൊരു ഡാഷ്ബോർഡ് ഉണ്ടാവും. CSAS അലോക്കേഷൻ സിസ്റ്റത്തിന്റെ, കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് കയറുകയും അതിലാണ് നിങ്ങളുടെ ഇൻഫർമേഷൻസ്, ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഏത് കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ആ കോളേജിൽ ഏത് കോഴ്സാണ് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ, അത് നിങ്ങളുടെ എത്രാമത്തെ പ്രിഫറൻസ് ആണ് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ആക്സെപ്റ്റ് അലോക്കേഷൻ അണ്ടർ ദ യൂസർ ആക്ഷൻ ടാബ് ഉണ്ടാവും. On receiving approval from the college principal, proceed to pay the fee to confirm the admission. Third process, take a printout of the acknowledgement receipt. ഇത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ആക്സെപ്റ്റൻസ് ഫ്രം യുവർ സൈഡ്, രണ്ടാമത്തെ ഘട്ടത്തിൽ ആക്സെപ്റ്റൻസ് ഫ്രം ദ സൈഡ് ഓഫ് ദി കോളേജ് പ്രിൻസിപ്പൽ ആക്സെപ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീ പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റ് നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് കിട്ടും. ഈ അക്നോളജ്മെന്റ് റെസിപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. PDF ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. PDF നിങ്ങളൊരു മെയിലിൽ അറ്റാച്ച് ചെയ്ത് വെക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ്. എന്നിട്ട് കൃത്യമായി പറയുന്നുണ്ട്, the candidate must assure that they have secured their admission on the seat allocated to them whenever offered. Only the students who are admitted to a program in a college will be able to opt for upgradation in subsequent rounds. നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ നിങ്ങൾ താഴെയാണ് കിട്ടിയത്, താഴത്തെ കോളേജാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. കാരണം നിങ്ങൾ ആക്സെപ്റ്റ് കൊടുത്താൽ മാത്രമേ പിന്നീടുള്ള റൗണ്ടുകളിൽ, സബ്സിക്വന്റ് റൗണ്ടുകളിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർക്ക് എന്തില്ല, അവർക്ക് പിന്നെ അവരുടെ റൗണ്ടിൽ പരിഗണിക്കൂല. ടോപ്പ് ഓപ്ഷൻ കിട്ടിയ ആളുകൾ സീറ്റ് ലോക്ക് ചെയ്യുക, അഡ്മിഷൻ ലോക്ക് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഫീസ് അടക്കുക, പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക എന്നുള്ള സ്വഭാവത്തിലേക്കാണ് പോകേണ്ടത്. രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഉണ്ടാവുക ഈ പറയുന്ന സ്വഭാവത്തിൽ. അവർ കൊടുത്ത ഓപ്ഷനിൽ നിന്നും താഴെ ഓപ്ഷൻസ് കിട്ടിയിട്ടുള്ള കോളേജസ് ആണുള്ളതെങ്കിൽ ആ കോളേജസിൽ നിന്നും മോഡൽ ഓപ്ഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നതാണ്. Candidates are advised not to be in a haste and at the same time not to wait for the deadline. Sufficient time has been provided for proceeding the applications. നിങ്ങൾ ഒരിക്കലും ഡെഡ് ലൈൻ വരെ വെയിറ്റ് ചെയ്യരുത്. ഫീ അടക്കാനുള്ള സമയം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് അന്ന് ലാസ്റ്റ് ദിവസം ഫീ അടക്കാമെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾക്ക് ഫീ അടക്കാനുള്ള സമയം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾ ഫീ അടക്കേണ്ടതാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. Candidate must also keep checking the query tab regularly. In case the concerned colleges has raised a query, the candidate must respond to it well before the stipulated time. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്, നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് അതത് കോളേജുകളായിരിക്കും. അപ്പോൾ അതത് കോളേജുകൾ അത് നോക്കുന്ന സമയത്ത് കൃത്യമായി അവർക്ക് എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ they will raise a query. ആ ക്വറി, അതായത് ഒരു ചോദ്യം, ഒരു സംശയം അവർ റേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ കൃത്യമായി ഉത്തരം കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഈ ഡിഗ്രി ഉദ്ദേശിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ the college will proceed the application only after receiving a satisfactory reply from the candidate. കാൻഡിഡേറ്റിന്റെ അടുത്ത് നിന്ന് ഒരു സാറ്റിസ്ഫാക്ടറി റിപ്ലൈ കിട്ടിയാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. Then for policies related to participation in subsequent rounds, upgradation, freezing the submission and other admission related policies, the candidate must refer to the common seat allocation system documents. The candidates are advised to keep checking the admission website of the Delhi University regularly for all updates and schedule. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് മാത്രമേ ചെക്ക് ചെയ്യാവൂ. എല്ലാ അപ്ഡേറ്റ്സും ഷെഡ്യൂളും ഡൽഹി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഒഫീഷ്യലി കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിന്റെ ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം എന്ന് പറയുന്നു. യെസ്,
കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡോക്യുമെൻ്റ് ആണ്. നിങ്ങളൊരു പക്ഷേ ഇത് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടാവും. വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏരിയാസ് എവിടെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പേജ് നമ്പർ 14. യെസ്, 14ലേക്ക് പോയി കഴിഞ്ഞാൽ അലോക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ് അലോക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സംഗതി ഉണ്ടാവും. ഈ പറയുന്ന പോലെ പ്രിഫറൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. യെസ്, ഇതിൽ ചാപ്റ്റർ 6 പറയുന്ന സീറ്റ് അലോക്കേഷൻ ആൻഡ് അഡ്മിഷൻ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്വഭാവത്തിൽ ഷെഡ്യൂൾ കൃത്യമായി നോക്കണം എന്നുള്ളത് അഡ്വൈസ് ആയിട്ട് കൃത്യമായിട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെ വിശദാംശങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. It is the responsibility of the candidate to log into the dashboard and check if a seat is allocated in a given round of seat allocation, and if allocated she must complete all admission formalities എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ചുമതലയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് ഏതാണ് ഈ പറയുന്ന സ്വഭാവത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതും നിങ്ങൾക്ക് അലോക്കേറ്റഡ് ആയി വന്നിട്ടുണ്ടോ എന്നുള്ളതും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഒരുപക്ഷെ വന്നോളണമെന്നില്ല. അതുകൊണ്ട് വെബ്സൈറ്റ് നിങ്ങൾ റെഗുലർലി ചെക്ക് ചെയ്യണം എന്നുള്ള സംഗതിയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി അക്സെപ്റ്റൻസ് ഓഫ് ദി പ്രൊവിഷണലി അലോക്കേഷൻ, ഇതൊരു പ്രൊവിഷണലി അലോക്കേഷൻസ് മാത്രമാണ്. അതായത് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു കോളേജിൻ്റെ ഈ പറയുന്ന പോലെ ലിസ്റ്റിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ നിങ്ങൾ ഒരു കോളേജിൻ്റെ പേര് കണ്ടു, നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് കരുതി പൂർണ്ണമായും നിങ്ങൾക്ക് ആ അഡ്മിഷൻ കിട്ടി എന്നല്ല അതിൽ അർത്ഥമാക്കുന്നത്. അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി യു ആർ പ്രൊവിഷണലി സെലക്റ്റഡ് എന്നുള്ളതാണ്. പ്രൊവിഷണലി സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി നിങ്ങൾക്ക് കിട്ടിയിരുന്നത് മാത്രമാണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള വെരിഫിക്കേഷൻ പൂർത്തിയാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീ പേയ്മെന്റും പൂർത്തിയാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വൺസ് എ സീറ്റ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ റൗണ്ട്, ദ കാൻഡിഡേറ്റ് മസ്റ്റ് ആക്സെപ്റ്റ് ദ അലോക്കേറ്റഡ് സീറ്റ് before the last date or time specified for the given allocation round. ആ റൗണ്ടിലുള്ള ഓരോ അലോക്കേഷൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ സമയത്ത് മാത്രമേ ഈ വാലിഡ് ആയിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ്. ദെൻ in case a candidate is offered multiple seats in a particular round, he or she must accept one allocated seat only. ഒറ്റ സീറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നതാണ്. Inactivity, no action will be taken as non-acceptance to the allocated seat. It will be treated as a decline to the provisionally allocated seat, and the candidate will no longer be able to participate in subsequent rounds of CSAS. അപ്പോൾ നിങ്ങൾക്കൊരു കോളേജിൻ്റെ പേര് വന്നു, നിങ്ങളോട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് ഈ പറഞ്ഞ സ്വഭാവത്തിൽ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് പരിഗണിക്കുക എന്ന് ചോദിച്ചാൽ യു ആർ ഔട്ട് ഓഫ് ദി ഗെയിം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സബ്സിക്വന്റ് റൗണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, പിന്നെ നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് താഴെയുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ പോലും മുകളിൽ നിന്നും നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ നിന്നും താഴെയാണ് നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സിന് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ആക്സെപ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്സെപ്റ്റ് കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന സ്വഭാവത്തിൽ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓപ്ഷൻ മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതാണ്. ദെൻ ഓൺലൈൻ അപ്രൂവൽ ബൈ ദി കോളേജ്. ഈ പറയുന്ന കാൻഡിഡേറ്റ് ഈ പറയുന്ന ആക്സെപ്റ്റ് നടത്തി കഴിഞ്ഞാൽ പ്രൊവിഷണലി ഈ പറയുന്ന സീറ്റ് അലോക്കേഷൻ സംവിധാനത്തിൽ കിട്ടിയതിന് ശേഷം അടുത്ത സംഗതി കോളേജ് വിൽ വെരിഫൈ ദ ഫോളോയിങ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. മിനിമം എലിജിബിലിറ്റി ഓഫ് ദി കാൻഡിഡേറ്റിന്റെ മിനിമം എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. പ്രോഗ്രാം സ്പെസിഫിക് എലിജിബിലിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ്. നിങ്ങൾ ഈ പറയുന്ന സ്വഭാവത്തിൽ സെക്ഷൻ 1A ഏതാണ്, സെക്ഷൻ 1B ഏതാണ്, സെക്ഷൻ 2 ജനറൽ ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള സംഗതികളിലൊക്കെ ഏതൊക്കെയാണെന്നുള്ള സംഗതി മനസ്സിലാക്കും. മൂന്നാമത്തത് സബ്ജക്ട് മാപ്പിംഗ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി വിൽ കൺസിഡർ only those CUT subject in which she or he has passed class 12. 12ാം ക്ലാസ് നിങ്ങൾ പാസ് ചെയ്ത വിഷയങ്ങളിലുള്ള CUT സബ്ജക്റ്റ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. വാലിഡിറ്റി ആൻഡ് ഒതന്റിസിറ്റി ഓഫ് ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റഡ് ബൈ ദി കാൻഡിഡേറ്റ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇക്കൊല്ലുള്ളതാണോ ഏതോ കാലഘട്ടത്തിലുള്ളതാണോ എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ നോക്കും എന്നതാണ്. ഡ്യൂറിംഗ് ദ ഓൺലൈൻ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഇഫ് എ കോളേജ് സീക്സ് മോർ ക്ലാരിറ്റി ഓർ ഇൻഫർമേഷൻ ഫ്രം ദ കാൻഡിഡേറ്റ് ഇറ്റ് മേ റൈസ് എ ക്വറി ടു ദ കാൻഡിഡേറ്റ് എന്നതാണ്. ക്വറി ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ക്വറി എന്താണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്.
Then after verification, college will either approve or reject the provisionally allocated seat of the candidate. No application will be left unattended by the candidate. എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ അപ്രൂവ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടിൽ ഒരു പരിപാടി എന്തായാലും ഈ പറയുന്ന സ്വഭാവത്തിൽ നടത്തും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ്. Then, in case of approval, once college accords the approval, the candidate will have to pay the admission fee. Admission fee പേ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു. റിജക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പല റീസൺസ് അതിനുണ്ടാവും. ഒരുപക്ഷെ മിനിമം എലിജിബിലിറ്റി ഉണ്ടാവില്ല, പ്രോഗ്രാം സ്പെസിഫിക് എലിജിബിലിറ്റി ഉണ്ടാവില്ല, സബ്ജക്ട് മാപ്പിംഗ് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, ഇൻവാലിഡ് ഡോക്യുമെന്റ്സ് ആണെന്നുള്ളതൊക്കെ റിജക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പ്രൊവിഷണലി അഡ്മിറ്റഡ് എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന ക്വരീസ് എന്ന് പറയുന്നത് എന്തെങ്കിലും സംശയങ്ങൾ ഇവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളിൽ വരുന്ന ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ അവസാനം വരെ ഇരുന്നാലായിരിക്കും മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ, അലോട്ട്മെന്റിൽ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംഗതികൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്നതാണ്. അഡ്മിഷൻ ഫീയുമായി ബന്ധപ്പെട്ടുള്ള സംഗതി പറയുന്നുണ്ട്. They'll have to pay the admission fee for the approved seat. The admission process will be treated as complete only after successful payment of the admission fee. If a candidate fails to pay, അതായത് കാൻഡിഡേറ്റ് ഫീ അടക്കുന്നില്ലെങ്കിൽ വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം, ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ ക്യാൻസലേഷൻ ഓഫ് ദ പ്രൊവിഷണലി അലോക്കേറ്റഡ് സീറ്റ്. നിങ്ങൾ അപ്രൂവൽ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കോളേജും ആക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫീ അടച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ സീറ്റ് പോവും എന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നതാണ്. ദെൻ ഈ പറയുന്ന സംഗതിയിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സബ്സിക്വന്റ് റൗണ്ട്സ് ഓഫ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്വഭാവത്തിൽ പല രീതിയിലുള്ള സംഗതികൾ കൊണ്ട്, റിജക്ഷൻ കൊണ്ട്, ക്യാൻസലേഷൻ കൊണ്ട്, വിഡ്രോവൽ കൊണ്ടും ഒക്കെ യൂണിവേഴ്സിറ്റി മൾട്ടിപ്പിൾ അലോക്കേഷൻ റൗണ്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വാക്കന്റ് സീറ്റുകൾ ഡിസ്പ്ലേ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സ്വഭാവത്തിൽ അലോക്കേഷനിൽ പിന്നീട് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വാക്കന്റ് സീറ്റ് വരുന്നതൊക്കെ നോക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോക്കേഷനിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ് എന്നതാണ്. All candidates who have applied for CSAS 2022 will be eligible for all allocation rounds except those who allocated seat admission has been cancelled for our term. നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ എല്ലാ റൗണ്ടിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നതാണ്. All admitted candidates who opt for the upgrade option in a particular round will be considered for respective CSAS allocation round subject to the availability of seats. ഒരുപക്ഷെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ മൂന്നാമത്തേതാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് കരുതുക. മൂന്നാമത്തേത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ അതിൽ സംതൃപ്തനാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് അവൈലബിലിറ്റി പറഞ്ഞ സ്വഭാവത്തിൽ ചെയ്യാവുന്നതാണ്. Then candidates who were allocated their first preference in any round will not be considered in subsequent rounds of allocation. നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടിയെന്ന് കരുതാം. ഇനി മൂന്നാമത്തെ റൗണ്ടോ നാലാമത്തെ റൗണ്ടോ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ പരിഗണിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് ആ ഒന്നിന്റെ മുകളിൽ വേറെ റൗണ്ട് ഇല്ല, അതിലേക്ക് പോകാനില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കണം. അങ്ങനെ വളരെ കൃത്യമായി ഇതിന്റെ റൗണ്ട് അലോക്കേഷനുമായി ബന്ധപ്പെട്ട സംഗതികൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ദെൻ ഇനി കുറച്ച് സംഗതികൾ കൂടിയുണ്ട്, ഇതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ ഈ പറയുന്ന പോലെ CSASുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസിലുള്ളതാണ്. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. An admitted candidate can select the upgrade option which will allow upgradation to a higher preference submitted by the candidate. Admitted candidates who opt for upgradation will automatically be upgraded based on the allocation policy. നിങ്ങൾക്ക് ഈ പറയുന്ന സ്വഭാവത്തിൽ അലോക്കേഷന് ഓപ്ഷൻ ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്ഗ്രേഡ് will mean that candidate consents to consideration of an offer of admission to a program plus college combination of his or her higher preference in the subsequent round if any. അപ്പം നിങ്ങൾ ഈ പറയുന്ന സ്വഭാവത്തിൽ അപ്ഗ്രേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
അതിൽ പ്രധാനമായും സംഭവിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ പ്രിഫറൻസ് കിട്ടുകയാണെന്ന് കരുതുക. അതായത് നിങ്ങളിപ്പം 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ ഉള്ളത്, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്തതിൽ 3ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി എന്ന് കരുതുക. 3ാമത്തെ ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയുള്ള 5ാമത്തെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. സാധാരണഗതിയിൽ അലോട്ട്മെന്റിൽ നടക്കുന്ന പ്രോസസ്സ് തന്നെയാണ്, അതങ്ങനെ തന്നെ സംഭവിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ എ കാൻഡിഡേറ്റ് ഹു ഓപ്റ്റ്സ് ഫോർ അപ്ഗ്രേഡ് ക്യാൻ ഓൾസോ റീഓർഡർ ദ പ്രോഗ്രാം ഇൻ കോളേജ് കോമ്പിനേഷൻ ദാറ്റ് വെർ ഹയർ ഇൻ ദ പ്രിഫറൻസ് ദാൻ ദ അലോക്കേറ്റഡ് വൺ. അതുകൊണ്ട് നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കിട്ടും. ഏകദേശം നിങ്ങൾക്ക് അതിന്റെ ധാരണകളൊക്കെ കിട്ടും, എവിടെ കിട്ടൂല എന്നുള്ള സംഗതികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കോമ്പിനേഷൻസ് അങ്ങോട്ട് പ്രിഫറൻസുകളൊക്കെ അങ്ങോട്ട് റീഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാവും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. Then the program plus college combination in which she or he had taken an admission earlier will never be offered to the candidate in any subsequent round. നിങ്ങൾക്ക് നേരത്തെ BA ഇംഗ്ലീഷ് കിട്ടി, നിങ്ങൾക്ക് BA പൊളിറ്റിക്കൽ സയൻസിലേക്ക് പോകണമെന്നുണ്ട്, അപ്പോൾ പിന്നീട് നിങ്ങളെ BA ഇംഗ്ലീഷിന് പരിഗണിച്ചോളുന്നില്ല, അതുപോലെ തന്നെ കോളേജും പരിഗണിച്ചോളും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. Similarly, college program combination which were below in the preference order at which the candidate has taken the admission earlier will never be offered again to the candidate in the subsequent round. Below ആയിട്ടുള്ള സംഗതി പിന്നീട് ഓപ്ഷനിൽ കിട്ടൂല. അപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു സംഗതിയാണ് അതിൽ നടക്കുക. അതുകൊണ്ട് ആ കാര്യം കൃത്യമായി മനസ്സിലാക്കണം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്ഗ്രേഡ് ഓപ്ഷൻ ഫസ്റ്റ് ചോയ്സ് തന്നെ കിട്ടിയ ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ള സംഗതി കൂടി എന്ന് പറയുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് വിൽ ബി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ് ടു കീപ് ചെക്കിംഗ് ദ അപ്ഗ്രേഡ് ഓപ്ഷൻസ് ഇൻ ഓൾ റൗണ്ട്സ് ഓഫ് സീറ്റ് അലോക്കേഷൻസ്. Failure or inavailability to participate in the upgradation process will not be considered a grievance in any circumstances. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഇതിൽ പങ്കെടുക്കാത്തത് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വഭാവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പരിഗണിക്കില്ല എന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കാം. Then ബോൾഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, എ കാൻഡിഡേറ്റ് ഹൂ ഗെറ്റ്സ് അപ്ഗ്രേഡഡ് വിൽ ഹാവ് ടു ആക്സെപ്റ്റ് ദ അപ്ഗ്രേഡഡ് സീറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഓൺ ദ അപ്ഗ്രേഡഡ് അലോക്കേറ്റഡ്. നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വഭാവത്തിൽ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. Then, in case a candidate does not get upgraded, her or her admission to the earlier seat will be retained. നേരത്തെ അപ്ഗ്രേഡേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നേരത്തെ അഡ്മിഷൻ തുടരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കും. ഇനി ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. A candidate who has taken admission on an allocated seat and decide to continue with it should submit a freeze request through his or her dashboard. On selecting freeze, such a candidate will never be allowed to opt for upgradation. Freeze എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീസായി കഴിഞ്ഞ് സ്റ്റോപ്പായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫ്രീസ് അവർ അഡ്വൈസ് ആയി പറയുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് ഫ്രീസ് ഫോർ ദർ അഡ്മിഷൻ ഓൺലി ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ് ഓർ ഡു നോട്ട് വാണ്ട് ടു കൺസിഡർ ഫോർ ദ സബ്സിക്വന്റ് അലോക്കേഷൻ. നിങ്ങൾ ഓൺലൈൻ പ്രോസസ്സാണ്, അതുകൊണ്ട് ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഫ്രീസ് ഒക്കെ ഒറ്റ ക്ലിക്കിൽ കൊടുക്കാവുന്ന സാധനം ഉണ്ടാവുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് ഫ്രീസ് എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ കൃത്യമായി നിങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. If an admitted candidate neither opts for upgradation nor opts for freeze and remains inactivity for a round, admission taken by him or her will be retained and he or she will be not considered for upgradation എന്നുള്ളതാണ്. ഒരാൾ അപ്ഗ്രേഡേഷൻ കൊടുക്കുന്നില്ല, ഫ്രീസും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്താണോ ആക്സെപ്റ്റ് കൊടുത്ത സ്ഥലത്ത് അത് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്നതാണ്. Then അടുത്തത് ക്യാൻസലേഷൻ ഓഫ് പ്രൊവിഷണലി അലോക്കേറ്റഡ് സീറ്റ് അഡ്മിഷൻ. ഫെയിലിയർ ടു ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ സ്വഭാവത്തിൽ സീറ്റ് നഷ്ടപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നതാണ്. ഈ പറയുന്ന പോലെ അഡ്മിഷൻ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നതാണ്. ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റ്സ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന സ്വഭാവത്തിൽ കാൻഡിഡേറ്റ് മിനിമം എലിജിബിലിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന സ്വഭാവത്തിൽ സീറ്റ് നഷ്ടപ്പെടാൻ വേണ്ടി സാധ്യത. അങ്ങനെ 4 സാധ്യതകൾ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാനും അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട് എന്നതാണ് കൃത്യമായി അറിയേണ്ടത് എന്നാണ്. യെസ്, ദെൻ ഇതിൽ മനസ്സിലാക്കേണ്ട സംഗതി, ഈ ഫീ റീഫണ്ടുമായി ബന്ധപ്പെട്ട സംഗതിയൊക്കെ ആരെന്ന് ചോദിച്ചു. ഒരാൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ കാൻഡിഡേറ്റ് ഹു ഹാസ് ടേക്കൻ അഡ്മിഷൻ ബട്ട് വിഷസ് ടു വിത്ഡ്രോ ക്യാൻ ഡു സോ ത്രൂ ഹിസ് ഓർ ഡാഷ്ബോർഡ് ബൈ സെലക്ടിങ് വിഡ്രോ ഓപ്ഷൻ ബൈ പേയിങ് എ വിഡ്രോവൽ ഫീ ഓഫ് ₹1000. അപ്പം ചില്ലറ പരിപാടിയല്ല, അതുകൊണ്ട്
നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിലും പൈസ ചിലവുണ്ട്. 1000 രൂപ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള വിഡ്രോവൽ ഫീ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നതാണ്. A candidate who withdraw his or her admission will be out of CSAS. അത് ഔട്ടായി പോകും. പിന്നെ അവർക്ക് വേറെ ഒരു പരിപാടിയും ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. There will not be option to withdraw the admission once the spot admission round is announced. സ്പോട്ട് അഡ്മിഷൻ റൗണ്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ലിസ്റ്റ് വരെ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു ദിവസം സ്പോട്ട് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ള സംഗതിയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് വിഡ്രോ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ ഇനി ഇത് പോസ് ചെയ്ത് ഞാൻ കുറച്ച് ചോദ്യത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. റിഹാന ഫാത്തിമ BSc ഹോം സയൻസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോം എക്കണോമിക്സ് നല്ലതാണോ ഒന്ന് പറഞ്ഞുതരുമോ? റിഹാന, നിങ്ങൾക്ക് ഓപ്ഷൻ ആക്സെപ്റ്റ് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഓപ്ഷൻസിൽ ഏതാണ് അത് വരുന്നതെന്നുള്ള അറിയില്ല, ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അലിബാബ സംതിങ് വെൻ റോങ് എന്ന സൈറ്റ് നോക്കുമ്പോൾ കാണിക്കുന്നത്, നിങ്ങൾ സൈറ്റ് admission.uod.ac.in എന്നുള്ള സൈറ്റാണ് നോക്കേണ്ടത്. ആ സൈറ്റിലാണ് ഇൻഫർമേഷൻസ് ഉള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് കിട്ടിക്കോളുന്നില്ല എന്നുള്ളതാണ്. ഫീ റീഫണ്ടിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അത് ഇതിൽ ഈ പറഞ്ഞ സ്വഭാവത്തിൽ നിങ്ങൾ വിഡ്രോ ഓപ്ഷനിൽ നിങ്ങൾ 1000 rupees കൊടുക്കേണ്ടി വരും എന്നാണ്. സൈറ്റ് മേ ബി ബിസി ആയിട്ടാവും. ഓൾറെഡി BSc ഹോം സയൻസ് ഹയർ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഫീ പേയ്മെന്റ് ചെയ്യണോ എന്നാണ് റിഹാന ചോദിക്കുന്നത്. ഇനി നിങ്ങൾ ഹയർ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് വേറെ ഫീ പേയ്മെന്റിനെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ അത് ഓപ്ഷൻസ് ആയിട്ട് തന്നെ കൊടുത്താൽ മതി എന്നുള്ള സാധനമാണ്. നോ സീറ്റ് അലോക്കേറ്റഡ് ഓർ നോ ആക്റ്റീവ് CS അലോക്കേഷൻ റൗണ്ട് ആക്റ്റീവ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ദർ ഈസ് എനി ചാൻസ് ടു ഗെറ്റ് സീറ്റ് ഇൻ CSAS. അലിബാബ, അതായത് നിങ്ങൾക്ക് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ടിൽ, ആദ്യത്തെ സീറ്റ് അലോക്കേഷനിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. യു വെയിറ്റ് ഫോർ ദ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ തേർഡ് റൗണ്ട് ഉണ്ടാവും. ആ റൗണ്ടിൽ വേക്കൻറ്റ് സീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്താവും, നിങ്ങളുടെ മാർക്കും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് സീറ്റ് അലോക്കേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. Then Ananya Raj Nagpal, yes of course I also didn't get any college. Wait for it Ananya. ഒരു പക്ഷേ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എത്ര റൗണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് തോന്നുന്നു. सर मैंने मेरे से कम स्कोर वाले को कॉलेज मिल गया पर मुझे नहीं, व्हाट इज़ द रीज़न? Bandana Sharma. So if you have not allocated in any colleges, it means that you are not in the first list. You wait for the second list or for the third list. Sometimes you may be allocated in the second or third list. So if there are many options, there will be lots of chaos, withdrawals, rejections, and after that the clear picture will be coming. In the second round or third round, it will be the clear picture will be coming. Whoever will be in the college, ആരൊക്കെയാണ് അകത്തേക്ക് എത്തുക, ആരൊക്കെയാണ് പുറത്താവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഏകദേശം ആ സമയത്തായിരിക്കും എന്നുള്ള സംഗതിയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ മിഡ് എൻട്രി വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. CSASൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ആളുകൾ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മിഡ് എൻട്രി ഫീ അടച്ചുകൊണ്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന സ്വഭാവത്തിൽ മിഡ് എൻട്രി എന്ന ആളുകൾ നേരത്തെയുള്ള ആളുകളൊക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ പരിഗണിക്കുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാൻഡിഡേറ്റ് ഹു അപ്ലൈസ് ടു CSAS മിഡ്വേ നോട്ട് ഓൾറെഡി, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെയാണ് പറയുന്നത് മിഡ് എൻട്രി. ദെൻ സ്പോട്ട് അഡ്മിഷനെ കുറിച്ച് പറയുന്നു. എന്തെങ്കിലും കാരണവശാൽ സീറ്റുകൾ വാക്കന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലാണ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവുക. കംപ്ലീഷൻ ഓഫ് റെഗുലർ CSAS റൗണ്ട്സ് ഇഫ് സീറ്റ്സ് റിമെയിൻസ് വാക്കന്റ് UOD may announce spot rounds of admission. ഈ പറയുന്ന സ്വഭാവത്തിൽ candidates who applied for CSAS but were not admitted to any college on the date of declaration of spot admission round can participate in spot admission എന്ന് പറയുന്നുണ്ട്. For every spot admission round, the university will display the vacant seats of each program. A desired candidate will be able to select only one program. ഈ പറയുന്ന സ്വഭാവത്തിൽ ഇത്തരം ക്രൈറ്റീരിയകളാണ് പരിഗണിക്കുക എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ്, പ്രോഗ്രാം സ്പെസിഫിക് മെറിറ്റ്, ഓർഡർ ഓഫ് പ്രിഫറൻസ് ഓഫ് കോളേജ്, കാറ്റഗറി, എനി അതർ അലൊക്കേഷൻ റൂൾസ്, പോളിസീസ് ഓഫ് ക്രൈറ്റീരിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്ന് തരം. സ്പോട്ട് അഡ്മിഷനിലുള്ള സീറ്റ് അലൊക്കേഷൻ ഫൈനൽ ആയിരിക്കും. ഒറ്റ സ്പോട്ട് അഡ്മിഷൻ ആ സ്വഭാവത്തിൽ നിങ്ങൾ പർട്ടിക്കുലർ കോഴ്സിലേക്ക് ഫീസ് കിട്ടുകയാണ് ചെയ്യുക. അതിൽ പിന്നീട് അങ്ങോട്ട് ഓപ്ഷൻ മാറ്റുക, കോളേജ് മാറ്റുക തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസോ സംഗതികളോ ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ദെൻ
ടൈ ബ്രേക്കിംഗ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങൾ വരിക എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഹയർ പെർസെൻറ്റേജ് അഗ്രിഗേറ്റ് മാർക്സ് ഇൻ ദ ബെസ്റ്റ് 3 സബ്ജക്ട്സ് വിൽ ബി ഗിവൺ പ്രിഫറൻസ്. കാൻഡിഡേറ്റ് ഹയർ പെർസെൻറ്റേജ് ഓഫ് അഗ്രിഗേറ്റ് മാർക്ക് ഇൻ ദ ബെസ്റ്റ് 4 സബ്ജക്ട്സ്, ബെസ്റ്റ് 5 സബ്ജക്ട്സ് തുടങ്ങിയിട്ടുള്ള ഏർലിയർ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെയാണ് അതിൽ വരിക എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ടൈ ബ്രേക്കർ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം സംഗതികളൊക്കെ. ദെൻ റെമിറ്റൻസ് ഓഫ് ഫീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് അഡ്മിഷൻ കൺഫേം ആക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ റിയലൈസേഷൻ ഓഫ് അഡ്മിഷൻ ഫീ. ഈ പറയുന്ന സ്വഭാവത്തിൽ പേയ്മെന്റ് എന്ന് പറയുന്നത് വിർച്വൽ വാലറ്റ് വിൽ ബി successful remittance of admission fee. A virtual wallet will be created to the candidate. In case a candidate gets upgraded and the admission fee of the upgraded seat is more than the amount, in the virtual wallet of the candidate, he will have to pay the differential amount within the stipulated. For example, 10,000 രൂപയാണ് ഒരാൾ അടിച്ചിട്ടുള്ളത്, ഫീ അടിച്ചിട്ടുള്ളത്. അടുത്തൊരു കോഴ്സിന് അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് അതിന് 12,000 രൂപയാണ്. 2,000 രൂപ അധികം അടക്കണമെന്നുണ്ടെങ്കിൽ ആ വിർച്വൽ വാലറ്റിൽ നിങ്ങൾക്ക് എത്രയാണ് അടക്കാനുള്ളത് തുടങ്ങിയിട്ടുള്ള സംഗതികൾ കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. In case the admission fee of the upgraded seats is less than the amount in the virtual wallet of candidate, it will be auto debited upon receiving approval from the college. ഇത് തിരിച്ച് വരും എന്നുള്ള സംഗതിയും മനസ്സിലാവുന്നു. ദെൻ പേയ്മെന്റ് ഫെയിലിയർ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. ഈ പറയുന്ന സ്വഭാവത്തിൽ സംഗതികളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഹരിദേവസ് ഹയർ ഓപ്ഷന് എപ്പോൾ കൊടുക്കാൻ പറ്റും? ഹയർ ഓപ്ഷന് കൊടുക്കുന്നത് നമ്മുടെ ഈ പറയുന്ന അപ്രൂവൽ, കോളേജ് അപ്രൂവൽ, ഈ പറയുന്ന സ്വഭാവത്തിൽ അഡ്മിഷൻ ഈ പറയുന്ന ഒരു റിയലിസ്റ്റിക് സാധനമായി കഴിഞ്ഞാൽ, വേക്കൻസി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഐ എം എ സയൻസ് സ്റ്റുഡൻറ്റ് ബട്ട് ഞാൻ കൊടുത്തത് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണ്. ഫോർ ബി എ ദർ എനി ചാൻസ്? അലിബാബ, നിങ്ങളുടെ മാർക്കും ഈ പറയുന്ന സ്വഭാവത്തിൽ നിങ്ങളുടെ സ്കോറും ഒക്കെ വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിലൊരു സിമുലേറ്റഡ് ഇതിൽ എത്രയാണ് നിങ്ങൾ വന്നത് എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചോളുന്നില്ല എന്നതാണ്. ഈ പറയുന്ന പോലെ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ദെൻ റീഫണ്ട് പോളിസിയെ കുറിച്ചുകൂടി സൂചിപ്പിക്കാം. ആക്കിഫ് അൻസാരി, നോ സീറ്റ് അലോട്ടഡ് ഈസ് ഷോയിങ് ബട്ട് മൈ മാർക്സ് ആർ ഗുഡ്, വാട്ട് ടു ഡു? അൽക്കൈഫ് അൻസാരി, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മാർക്സ് ഗുഡ് ആണോ എന്നത് മാത്രമായിക്കോല പരിഗണിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ വലിയ ക്യാമ്പസ് ആണ് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്യാമ്പസ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാർക്കിനേക്കാൾ മുകളിൽ മാർക്കുള്ള ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കോമ്പിനേഷനിൽ കൂടുതൽ മാർക്കുള്ള ആളുണ്ടെങ്കിൽ ഒരു പക്ഷെ അയാൾക്ക് മുകളിൽ കയറാൻ സാധ്യതയുണ്ട്. സീറ്റ് അലോക്കേറ്റർ വന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിലോ ഈ പറയുന്ന സ്വഭാവത്തിൽ വേക്കൻസി സീറ്റുകളൊക്കെ പറയുന്ന സമയത്ത് കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റീഫണ്ട് പോളിസിയെ കുറിച്ച് പറയാം. ഫീ റീഫണ്ട് എല്ലാവരുടെയും ഒരു വിഷയമാണ്. ഫീ അടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അഡ്മിഷൻ ഫീസ് വിത്ഡ്രോവൽ ഡൺ ആഫ്റ്റർ ദ ലാസ്റ്റ് ടൈം ഓഫ് അഡ്മിഷൻ വിൽ നോട്ട് ബി റീഫണ്ടഡ് ഇൻ എനി സർക്കംസ്റ്റാൻസസ്. അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷന് ശേഷം നിങ്ങൾ എത്ര ഫീസ് അടച്ചാൽ അത് ഒരു കാരണവശാലും തിരിച്ചു തരില്ല എന്നുള്ള പറയുന്നുണ്ട്. റീഫണ്ട് വിൽ ബി നോട്ട് ബി ഡൺ ഫോർ ദ ഫോളോയിങ്: CSAS അപ്ലിക്കേഷൻ ഫീ റീഫണ്ടബിൾ അല്ല, ബിഡ് എൻട്രി ഫീ റീഫണ്ടബിൾ അല്ല, വിഡ്രോവൽ ഫീ റീഫണ്ടബിൾ അല്ല. ബാക്കിയുള്ളത് റീഫണ്ടബിൾ ആണ് എന്നതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ദെൻ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന സ്വഭാവത്തിൽ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ഈ പറയുന്ന സ്വഭാവത്തിൽ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ വിത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട എന്താണ് നിങ്ങൾ വരേണ്ടത് എന്നുള്ള കാര്യം അതിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സ്വഭാവത്തിൽ ഓരോരോ വിശദാംശങ്ങൾ, അഡ്മിഷൻ ടു മൈനോറിറ്റി കോളേജ്, സിഖ് മൈനോറിറ്റി, ക്രിസ്ത്യൻ മൈനോറിറ്റി ക്യാമ്പസുകളൊക്കെ ഉണ്ട്. അത്തരം ക്യാമ്പസുകളിലേക്ക് ഈ പറയുന്ന സ്വഭാവത്തിൽ അതത് സർട്ടിഫിക്കറ്റുകൾ, ഡോക്യുമെന്റുകളൊക്കെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിൻ്റെ ഷെഡ്യൂൾ കൂടി മനസ്സിലാക്കുക. ഇപ്പം ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് ഫസ്റ്റ് CSAS അലോക്കേഷൻ ലിസ്റ്റ് 19-ാം തീയതി എന്ന് പറഞ്ഞു. അത് ഒക്ടോബർ 19-ാം തീയതി ആയിട്ടുണ്ട് എന്നതാണ്. അത് 19-ാം തീയതി വന്നു. വെരിഫിക്കേഷൻ ഒക്ടോബർ 22-ാം തീയതി. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ പേയ്മെന്റ് ഫീസ് ഒക്ടോബർ 24 വേണ്ട. ഇനി ഒക്ടോബർ 25-ാം തീയതി ഡിസ്പ്ലേ ഓഫ് വാക്കൻസീസ് സംഭവിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് റീ ഓർഡർ ഹയർ പ്രിഫറൻസിനുള്ള വിൻഡോ വരിക.
അങ്ങനെ റീ ഓർഡർ ഹയർ പ്രിഫറൻസിലുള്ള വിൻഡോ വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഫീ അടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ വന്നിട്ടുള്ള ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് ഫീ അടക്കുക എന്ന് പറയുന്നത് ഒക്ടോബർ 24 സംഭവിച്ചിരിക്കണം. ഫീ അടച്ചതിന് ശേഷമേ നിങ്ങൾക്ക് റീ ഓർഡറോ ഹയർ പ്രിഫറൻസോ ഒക്കെ കൊടുക്കാനൊക്കെ പറ്റുന്ന സാധ്യത ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വാക്കന്റ് സീറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റീ ഓർഡർ ഓഫ് ഹയർ പ്രിഫറൻസസ് ആണ്. Al-Kaif Ansari, okay, I'll reply in English. I didn't get you because this is a Malayalam. Basically, we are talking in Malayalam. This is a Malayalam channel. That's why. So your issue is you have not a seat allotted showing, but my marks are good. What to do? Okay, fine. The thing is that your marks may be good, but based on the college preferences, if students are having more marks than you, the colleges, better colleges, based on the preferences, you may not get admission. So after the display of vacant seats, there will be a window to reorder higher preferences. You can reorder your higher preferences. Sometimes based on your preferences, you may get admission to universities. That's the system. सर मुझे मेरी फर्स्ट प्रेफरेंस का कॉलेज मिला है, बट मुझे वो कॉलेज नहीं चाहिए. गलती से मैंने उस कॉलेज को अपनी फर्स्ट प्रेफरेंस पर रख दिया था. क्या मुझे दूसरा कॉलेज मिलने के चांस है? ए रूबी, आपका फर्स्ट चांस में आपका फर्स्ट प्रेफरेंस का कॉलेज मिल गया तो आप वो एक्सेप्ट करो. इफ़ यू हैव गॉट एडमिशन टू द फर्स्ट कॉलेज, फर्स्ट प्रेफरेंस, यू हैव टू एक्सेप्ट दैट बिकॉज the seat allocation system is purely based on your preferences, on the basis of your preferences. If your preference is wrong, then University of Delhi can't do anything. So you may not get a chance to reorder or reshuffle because you're a higher option, you got admission to a higher option. First option, if you have got the first option, then there will not be chance to get into, you cannot change the order. That's the rule that possibly given by the Delhi University, because we give the first option as the first choice. So we are preferring that choice. You have got you mil gaya wo first option, so you have to stick on that. I don't think there will be any options. If you have any queries related to that, you can mail to them if any possible situation is there. So after the allocation of seat, the second round, there will be a verification approval from the part of the college and last date of the college. Then there will be a third round of CSAS allocation admission. There will be a mid-entry for that, window to reorder higher preferences. That will be November 5th to November 6th, 7th. Then third CS allocation list will be published on November 10th. November 11th, 12th, 11th and 13th, you can see the accept the allocated seat. Then 11th to 14th, colleges to verify and approve the online applications. Last date of online payment of application fees, November 15th. Then the first spot round of CSAS allocation and admissions. Spot admission will be there. First round will be on November 17th. November 18th, candidate can apply for that. Candidates to accept allocated seat November 23, 24. Then after that, November 26, there will be last date for online payment of admission fee. The first round of first round of spot admission will be completed by giving by November 26 by giving the online payment fees. The university may announce more spot rounds subject to the availability of vacancies, if any. If there are more vacancies, the university may publish more round allotments. So only up to first round of allotment is being scheduled so far. So you have to visit the website regularly. So you have to visit the website admission.uod.ac.in. That's the website you have to visit. You have to regularly visit that thing in that sense. So Daulat Ram Saloji, Daulat Ram General 726 800 BA program economics. Is there any chance for upgradation? Salonija, let's wait for the first round. After the completion of the first round, there will be the display of vacancies. Then only we can predict that. There's a chance because Daulat Ram is a very premium college. Many students prefer that. That's the issue. So I have accepted that particular college, but I don't want that college.
I admit that it was my mistake. Can I have another college? So Ruby, that is a discretion related to University of Delhi. You can write a mail to them if there is any possibility. They will consider that. That only I can say. Okay, fine. So we are concluding. എനിവേ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ വീഡിയോ കാണേണ്ടതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കോളേജ്, മികച്ച കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുക, നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്തിപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എവറി സ്റ്റുഡൻറ് ഷുഡ് ബി അവെയർ ഓഫ് ദി പ്രൊസീജിയർ. There should not be any delay from your side because university will not be responsible if you're making any delays. യൂണിവേഴ്സിറ്റി നിങ്ങൾ എന്തെങ്കിലും ഡിലേ ഉണ്ടാക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി റെസ്പോൺസിബിൾ ആവുകയില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 7 വർഷക്കാലമായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ടീം ഇൻക്യുബേഷൻ്റെ പെപ്പ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡൽഹിയിലും ജാമ്യയിലും ഹൈദരാബാദിലും പോണ്ടിച്ചേരിയിലും ബനാറസിലും അലിഗഡിലും നമ്മുടെ വിദ്യാർത്ഥികളായി പഠിക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇൻ ടു എനി ഓഫ് ദീസ് കോളേജസ് അണ്ടർ ദ ഡൽഹി യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു കോളേജിൽ ഈ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വർഷം 2023 ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റുന്ന സ്വഭാവത്തിൽ നിങ്ങൾക്കൊരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു CUET കോച്ചിങ് പ്രോഗ്രാം, CUET UG 2023 ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു കൻ ഓൾസോ ജോയിൻ ഫോർ ദാറ്റ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും വീഡിയോ കാണേണ്ടതാണ്. അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഈ പറയുന്ന സ്വഭാവത്തോടെ കൃത്യമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഐ ഗോട്ട് Zakir Hussain College Profit Gaming. Congratulations, Profit. If you have got Zakir Hussain College, if that was your preference, that's a good college. You can go for that. Also, you can wait for the allocations, wait for the second round. If the vacant seats are displayed, definitely there will be options for that. Definitely, if there is an upgradation option, you have to choose for that. If you are not required an upgradation process, you can freeze the options you have got. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഫീ പേയ്മെന്റ് നടത്തുക, ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മറ്റൊന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വളരെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. നേരത്തെ ഉള്ളതുപോലെയുള്ള സിസ്റ്റം എല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഇതുവരെ നിങ്ങൾ ഓൺലൈനിൽ കൊടുത്താൽ മാത്രം മതിയായിരുന്നു. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ഇനി വെരിഫിക്കേഷൻ പ്രോസസ്സിന്റെ സമയത്ത് വളരെ കൃത്യമായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും സംഗതികളും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, യുവർ +2 സർട്ടിഫിക്കറ്റ്സ്, ഓൾസോ ദർ ഷുഡ് ബി your category certificates or relevant other documents. You have any other particular documents you have to submit. Every document should be ready. The original format of the document should be ready before that. Though for the physical verification, everything should be submitted in front of the university. So that's very important. So I'll try to thank you. Can I participate in second round after accepting the seat? Saloni, sometimes because you have got the first option itself, you may not be considered for the second round because there is no second round for you, because usually the process will go through the upward process. If you have got the third option, definitely there will be an option for the second round because the first option or the second option is there. So if you have already chosen the first option and you have got the first option itself, then there may not be possible for the second round allocation system. So definitely you should write a mail to the university. If there is a possibility, university will respond for that. So that's all for today. So എല്ലാവർക്കും very good evening, good night നേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ,
Salonija, this is not my first option. Okay, if that was not your first option, then you can get you will get admission. Will be considered in the second round also. That's not the issue. So if you are interested for joining for the next year's batch, you can call in the number given below. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെപ്പ് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യുകയും കൂടുതൽ വിശദാംശങ്ങൾക്ക് ബന്ധപ്പെടുകയും ചെയ്യാവുന്നതാണ്. ഇൻക്യുബേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാം. കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയിട്ടുള്ള വൈബ്രന്റ് യങ് യൂത്ത് ആണ് ഈ പറയുന്ന പ്രോജക്റ്റിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് വളരെ പ്രധാനമായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട്സും ക്വറീസും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ പഠിച്ചിരിക്കുന്ന അലൂമിനീസുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെഫിനറ്റ്ലി you can proceed with that. Wish you all the best. So thank you very much.